ഹലോ, വെൽക്കം ബാക്ക്. ഉണ്ണിമാഷിൻ്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 കെമിസ്ട്രിയിലെ യൂണിറ്റ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. അതിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. പാർട്ട് 1. നിങ്ങൾ കേരള സിലബസിൽ പഠിച്ചവർക്ക്, SLC പഠിച്ചവർക്ക് അറിയാം, 10th ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അതിൽ നിങ്ങൾ പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകതകൾ, അതിൽ ഗ്രൂപ്പുകൾ, പീരിയഡ്, ബ്ലോക്ക്, അവയിലുള്ള എലമെൻറ്റ്സ്, ആ എലമെൻറ്റ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഈ പറഞ്ഞ ഗ്രൂപ്പിലും പീരിയഡിലും ബ്ലോക്കിലുള്ള അതിൻ്റെ പൊസിഷനും സ്ഥാനവും തമ്മിലൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ധാരാളം ഡിസ്കഷൻസും അതുപോലെ കണ്ടൻറ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നുകൂടി റിവൈസ് ചെയ്യുന്നത് ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായകരാകും. ഓക്കെ, പീരിയോഡിക് ടേബിൾ, an arrangement of all the non-elements according to their properties, so that similar elements fall within the same vertical column and dissimilar elements are separated. ഓക്കെ, അവയുടെ എലമെൻസിനെ, മൂലകങ്ങളെ അവയുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ക്രമീകരണമാണ് പീരിയോഡിക് ടേബിൾ. അപ്പോൾ അങ്ങനെ ക്രമീകരിക്കുമ്പോൾ ഒരേ ഗുണമുള്ളവ, ഒരേ സാമ്യതയുള്ള മൂലകങ്ങൾ ഒരേ വെർട്ടിക്കൽ കോളത്തിൽ, കുത്തനെയുള്ള അല്ലെങ്കിൽ കുത്തനെയുള്ള കോളങ്ങളിൽ, വരികളിലായിട്ട് വരുന്നു. ഡിസിമിലർ എലമെൻറ്റ്സ്, സാമ്യതയില്ലാത്തവ, അതിൽ നിന്ന് വേർതിരിച്ചും കാണിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള എലമെൻസിൻ്റെ വർഗീകരണം, ക്രമീകരണം, ഒരേ ഗുണമുള്ളവ ഒരേ കോളത്തിൽ വരുന്ന രീതിയിലുള്ള ക്രമീകരണത്തിനെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ നമുക്ക് വളരെ ഫെമിലറാണ്. അതിൽ ഗ്രൂപ്പുകൾ, പീരിയഡ്സ്, അതേമാതിരി ബ്ലോക്കുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ പണ്ട് കാലം മുതൽക്കേ തന്നെ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് തുടങ്ങുമ്പോൾ കാലം തന്നെ, അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നുള്ള ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ എലമെൻസുകളെ വർഗീകരിക്കാൻ വേണ്ടി, അതിനെ തരംതിരിക്കാൻ വേണ്ടി ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില ശ്രമങ്ങൾ അല്ലെങ്കിൽ ചില കണ്ടെത്തലുകളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ഡോ-ബെറൈനേഴ്സ് ലോ ഓഫ് ട്രയാഡ്സ്. രണ്ടാമത്തേത് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. തേർഡ് വൺ ഈസ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. ശേഷം അവസാനം വരുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക ആവർത്തന പട്ടിക. ഇതിനിടയിൽ നമ്മൾ ധാരാളം മറ്റുള്ള കാര്യമായിട്ടുള്ള, നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ അല്ലെങ്കിൽ പോലും ലാവോസിയറുടെയും ലോറർ മേയറുടെയൊക്കെ ധാരാളം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട ചില ഡെവലപ്മെൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തേത് ഡോ-ബെറൈനേഴ്സ് ലോ ഓഫ് ട്രയാഡ്സ്. ജോൺ ഡോ-ബെറൈനർ in 1829 proposed this form of periodic table. He arranged the non-elements of at that time in the ascending order of atomic mass. 1829 അക്കാലത്ത് അറിയപ്പെടുന്ന മൂലകങ്ങളെയൊക്കെ അവയുടെ അറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ, കൂടി വരുന്ന ക്രമത്തിൽ അദ്ദേഹം ക്രമീകരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെയ്തത് 3 എലമെൻറ്റ് ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഒരു സെറ്റ്, ആ ഒരു സെറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ട്രയാഡ് എന്ന പേര് വിളിച്ചു. ഒരു ട്രയാഡിൽ അതിൽ
മൂന്നെണ്ണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിലത്തെ മിഡിൽ എലമെൻറ്റ്, മധ്യത്തിൽ വരുന്ന മൂലകത്തിൻ്റെ പ്രോപ്പർട്ടീസ്, അതിന് ഇരുവശങ്ങളിലുമുള്ള ഇടത്തും വലത്തുമുള്ള മറ്റ് രണ്ട് മൂലകങ്ങളുടെ പ്രോപ്പർട്ടീസിൻ്റെ അതിൻ്റെ ശരാശരിയായിരിക്കും. The properties of the middle elements are the average of the other two. This law is known as Daubereyner's law of triads. നോക്കൂ, നമുക്ക് 3 ട്രയാഡുകൾ നമുക്കിവിടെ പരിചയപ്പെടാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഉൾപ്പെടുന്ന ഒരു ട്രയാഡ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് 6.9, സോഡിയം 23, പൊട്ടാസ്യം 39.1. ഇപ്പോൾ സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആവറേജാണ്. അതുപോലെ മറ്റൊരു ട്രയാഡ് കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. മൂന്നാമതൊരു ട്രയാഡ് കൂടി കാണിച്ചിട്ടുണ്ട് അവിടെ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഉൾപ്പെടുന്ന ട്രയാഡുകൾ. സെക്കൻഡ് വൺ ഈസ് ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ്. ജെയിംസ് ന്യൂലാൻഡ്സ് ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. In 1865, Newlands arranged all the known elements of at that time in the ascending order of atomic mass. ന്യൂലാൻഡ്സും ചെയ്തത് അക്കാലത്ത് അറിയപ്പെടുന്ന മൂലകങ്ങളെ അവയുടെ അറ്റോമിക് മാസിൻ്റെ, അറ്റോമിക് വെയ്റ്റിൻ്റെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ കൂടി വരുന്ന ക്രമത്തിൽ ആണ് ക്രമീകരിച്ചത്. Okay, he observed that the properties of the 8th elements are the simple repetitions of the first one, like 8th note in an octave in music. അതായത് ഇത്തരത്തിൽ അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിൽ എലമെൻസിനെ ക്രമീകരിച്ചപ്പോൾ, 1 മുതൽ ക്രമീകരിക്കുമ്പോൾ 1-ൽ നിന്ന് 8ാമത് വരുന്ന എലമെൻറ്റിൻ്റെ ഗുണങ്ങൾ 1ാമത്തെ എലമെൻറ്റിൻ്റെ ഗുണങ്ങളുമായിട്ട് വളരെ കൂടുതൽ സാമ്യത കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ സംഗീതത്തിൽ നോട്ട്സ് സ, രി, ഗ, മ, പ, ധ, നി, സപ്തസ്വരങ്ങൾ അല്ലേ. വീണ്ടും സ, രി, ഗ, മ, പ, ധ, നി എന്ന് പറഞ്ഞാൽ 7 കഴിഞ്ഞിട്ട് 8ാമത് വരുന്ന സ എന്ന് വരുന്നത് വീണ്ടും 1ാമത്തേതിൻ്റെ ആവർത്തനമാണ്. അതേമാതിരി അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂലകങ്ങളെ ക്രമീകരിച്ചപ്പോൾ 8ാമത് വരുന്ന മൂലകത്തിൻ്റെ ഗുണഗണങ്ങൾ 1ാമത്തെ മൂലകവുമായിട്ട് പ്രോപ്പർട്ടീസിൽ വളരെ സാമ്യത കാണിക്കുന്നത് കണ്ടു. ഇതിനെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് നമുക്ക് കാണാം. ഹൈഡ്രജൻ, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ 7 കഴിഞ്ഞു. 8ാമത് ഫ്ലോറിൻ, സോഡിയം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ. 8ാമത് വരുന്ന ഫ്ലൂറിൻ ഹൈഡ്രജന് താഴെ ഇല്ലേ. അങ്ങനെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇതൊക്കെ ഒരേ കോളത്തിൽ വരുന്നു. അവക്കൊക്കെ ഒരേ പ്രോപ്പർട്ടിയാണ് ഏറെക്കുറെ. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പീരിയോഡിക് ടേബിളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന കാൽവയ്പ്പാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. വളരെ മൂലകങ്ങളെ ക്രമീകരിക്കുന്ന കാര്യത്തിൽ, അവയുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് മെൻഡലീവ് നമ്മുടെ മുമ്പോട്ട് വെക്കുന്നത്. In 1869, a Russian chemist Mendeleev arranged the known elements of at that time in the ascending order of atomic masses. അറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡറിൽ തന്നെയാണ് ഇവിടെയും മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. He observed that same properties are repeated in regular intervals and proposed a law known as Mendeleev's periodic law. എന്ന് പറഞ്ഞാൽ നിശ്ചിത ഇടവേളകൾക്ക് ശേഷം, ഒരു ഇൻ്റർവെലിന് ശേഷം എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിമിട്രി മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്യാണ്. The law states that the physical and chemical properties of elements are periodic functions of their atomic masses. Okay, എലമെൻസിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതികവും രാസപരവുമായിട്ടുള്ള ഗുണങ്ങൾ, സവിശേഷതകൾ
അവയുടെ അറ്റോമിക് മാസിൻ്റെ റിപ്പീറ്റേഷൻസ് ആണ്. അറ്റോമിക് മാസിൻ്റെ പീരിയോഡിക് ഫങ്ഷൻസ് ആണ്, ആവർത്തനങ്ങളാണ്. ഓക്കെ, അറ്റോമിക് മാസിൻ്റെ ആവർത്തനങ്ങളാണ്, പീരിയോഡിക് ഫങ്ഷനാണ് ഈ പറഞ്ഞ മൂലകങ്ങളുടെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതാണ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പഠിക്കാം. മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ആർ: 1. The properties of the elements are a periodic function of their atomic weights. നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ് അല്ലേ, അവയുടെ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് അവയുടെ അറ്റോമിക് മാസിൻ്റെ അല്ലെങ്കിൽ അറ്റോമിക് വെയ്റ്റിൻ്റെ ആവർത്തനങ്ങളാണ്, പീരിയോഡിക് ഫങ്ഷൻസ് ആണ്. Mendeleev arranged elements in horizontal rows and vertical columns of a table in order of their increasing atomic weights in such a way that the elements with similar properties occupied the same vertical column or group. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ എലമെൻസിനെ നമ്മൾ ക്രമീകരിച്ചപ്പോൾ ഹൊറിസോണ്ടൽ റോസ് അല്ലേ, വിലങ്ങനെയുള്ള നിരകളും കുത്തനെയുള്ള വരികളും, അതായത് കോളംസും ഉണ്ടായി. ഓക്കെ, അതിൽ തന്നെ ഈ പറയുന്ന കുത്തനെയുള്ള കോളംസിലാണ് ഗ്രൂപ്പ് എന്ന് വിളിച്ചത്. അതിലാണ് ഒരേ ഗുണങ്ങളുള്ള എലമെൻസ് വരുന്നത്. ഓക്കെ, തേർഡ് ക്യാരക്ടറിസ്റ്റിക്സ്. Mendeleev's periodic table, 8 vertical columns, they are called groups, and 12 horizontal rows are there, they are called periods. കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പ്സ് എന്നും, അത് 8 എണ്ണം. വിലങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നിരകളെ പീരിയഡ്സ് എന്നും വിളിച്ചു. നമുക്കതിൻ്റെ ഒരു ഫോം കാണാം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു പേജിൽ വലിയ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. മെൻഡലീവിൻ്റെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന എലമെൻസിനെ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, he proposed that some of the elements were still undiscovered and therefore left several gaps in the periodic table. അദ്ദേഹത്തിൻ്റെ കാലത്ത് അതുവരെയും കണ്ടെത്താത്ത, ഡിസ്കവർ ചെയ്യാത്ത ധാരാളം എലമെൻസിനെ കുറിച്ച് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു, പ്രവചിച്ചു. ആ ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന എലമെൻസിന് വേണ്ടി ചില ഗ്യാപ്പുകൾ, ചില ഒഴിഞ്ഞ കള്ളികൾ അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗാലിയം ആൻഡ് ജെർമേനിയം മെൻഡലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിൾ പബ്ലിഷ് ചെയ്യുന്ന കാലത്ത് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കണ്ടെത്തിയില്ലായിരുന്നു. ഹി ലെഫ്റ്റ് എ ഗ്യാപ്പ് അണ്ടർ അലൂമിനിയം ആൻഡ് എ ഗ്യാപ്പ് അണ്ടർ സിലിക്കൺ. അപ്പോൾ ഇങ്ങനെ കണ്ടെത്താൻ പോകുന്ന ഗാലിയത്തിനും അല്ലെങ്കിൽ ജെർമേനിയത്തിനും വേണ്ടി അലൂമിനിയത്തിൻ്റെ അടിയിലും സിലിക്കണിൻ്റെ അടിയിലും ഓരോ ഗ്യാപ്പുകൾ അദ്ദേഹം ബാക്കി വെച്ചു. ആ ഗ്യാപ്പുകളിൽ വരാൻ പോകുന്ന എലമെൻസിൻ്റെ പേര് അദ്ദേഹം എക്കാ അലൂമിനിയം, എക്കാ സിലിക്കൺ എന്നിങ്ങനെ നൽകി. അലൂമിനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും അടിയിൽ ബാക്കിയാക്കി വെച്ച സ്ഥലങ്ങളിൽ. ഓക്കെ, then the next characteristic is Mendeleev predicted not only the existence of gallium and germanium but also described some of their general physical properties. These elements were discovered later. ഇത്തരം എക്കാ അലൂമിനിയം, എക്കാ സിലിക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് കാലിയായിട്ടുള്ള സ്ഥലങ്ങൾ ബാക്കി വെക്കുക മാത്രമല്ല ചെയ്തത്, ഭാവിയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന സാധ്യതയുള്ള ആ എലമെൻസിൻ്റെ, അതായത് ഗാലിയത്തിൻ്റെ ജെർമേനിയത്തിൻ്റെ ഒക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ എന്തായിരിക്കും എന്ന് കൂടി അദ്ദേഹം കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യുകയുണ്ടായി. നമുക്കിത് നോക്കാം. എക്കാ അലൂമിനിയം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്ത ഗാലിയത്തിൻ്റെ അറ്റോമിക് വെയ്റ്റ് 68, പിന്നീട് ഗാലിയം കണ്ടെത്തിയപ്പോൾ 70, ഡെൻസിറ്റി 5.9, യഥാർത്ഥ ഗാലിയത്തിന് 5.94, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് എക്കാ അലൂമിനിയം ലോ ആണ്,
ഗാലിയത്തിൻ്റെയും 29.78 എന്ന് പറയുന്ന വളരെ കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റാണ്. ഇത്തരത്തിൽ എക്കാ സിലിക്കൻ്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഏറെക്കുറെ. അത് ആ ജർമേനിയം കണ്ടെത്തിയപ്പോഴും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് സയൻറ്റിസ്റ്റുകൾക്ക് എക്സ്പെരിമെൻ്റലായിട്ട് കിട്ടിയത്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റുകൾ നമുക്ക് പറയാം. ഫസ്റ്റ്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. നേരത്തെ പറഞ്ഞു, മൂലകങ്ങളുടെ സമഗ്രമായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു വർഗീകരണമാണ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ നമുക്ക് തരുന്നത്. Second one, he corrected the wrong atomic weights of some elements and placed them in correct position in the periodic table. ചില എലമെൻസിന് തെറ്റായ അറ്റോമിക് മാസാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ തിരുത്തി അതിൻ്റെ യഥാസ്ഥാനത്ത് പീരിയോഡിക് ടേബിളിൽ പ്രതിഷ്ഠിക്കുകയും അദ്ദേഹം ചെയ്തു. തേർഡ്, he left vacant places or undiscovered for undiscovered elements and predicted some of their properties. നമ്മൾ പറഞ്ഞാണ്, ഭാവിയിൽ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള എലമെൻറ്റുകളുടെ വേണ്ടി വേക്കൻറ്റ് സ്പേസസ്, കാലിയായിട്ടുള്ള സ്ഥലങ്ങൾ ബാക്കി വെക്കുകയും അവയുടെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കുമെന്ന് പറയുകയും ചെയ്തു. ഫോർത്ത് വൺ, എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഒരേ ഗുണങ്ങളുള്ളവയെ ഒരേ ഗ്രൂപ്പിൽ ക്രോഡീകരിക്കാൻ, പ്ലേസ് ചെയ്യാൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിന് സാധിച്ചു. മെറിറ്റ്സിനപ്പുറം ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ്, പരിമിതികളും ഉണ്ടായിരുന്നു. അതുണ്ടായതുകൊണ്ടാണ് നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് മാറേണ്ടി വന്നത്, അല്ലേ? ഒന്ന്, ഇറ്റ് ഫെയിൽഡ് ടു എക്സ്പ്ലെയിൻ ദ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒന്നാമത്തെ എലമെൻറ്റിന് ഒരു കൃത്യമായ സ്ഥാനം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇറ്റ് വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ പൊസിഷൻ ഓഫ് ഐസോട്ടോപ്പ്. നമ്മൾ നേരത്തെ കണ്ടു ഐസോട്ടോപ്സ് എന്താണ്. ഒരു എലമെൻറ്റ്സിന് തന്നെ വ്യത്യസ്ത ഐസോട്ടോപ്പുകൾ വരുന്നു. അവർക്ക് കൃത്യമായ സ്ഥാനം പീരിയോഡിക് ടേബിളിൽ കൊടുക്കാൻ കഴിയുന്നില്ല. ഇൻ ദ ടേബിൾ സം എലമെൻറ്റ്സ് ഹാവിംഗ് ഹയർ മാസസ് വർ കെപ്റ്റ് ബിഫോർ ദ എലമെൻറ്റ്സ് ഹാവിംഗ് ലെസർ അറ്റോമിക് മാസ്. നമുക്കറിയാം, ജനറലായിട്ട് അറ്റോമിക് മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സിനെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ചിലയിടങ്ങളിൽ കൂടിയ അറ്റോമിക് മാസുള്ള എലമെൻറ്റ്സ് ആദ്യം വരുന്നു, പിന്നീടാണ് കുറഞ്ഞ അറ്റോമിക് മാസുള്ള എലമെൻറ്റ്സ് വരുന്നത്. മറ്റു പ്രധാനപ്പെട്ട ന്യൂനത, ഇറ്റ് കുഡ് നോട്ട് ഗിവ് എക്സാക്ട് പൊസിഷൻ ഫോർ ലാൻഡ്രോയിഡ്സ് ആൻഡ് ആക്ടോയിഡ്സ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ പറയുന്ന എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ലാൻഡ്രോയിഡ്സ് ആൻഡ് ആക്ടോയിഡ്സ്, അവർക്ക് കൃത്യമായ ഒരു സ്ഥാനം എവിടെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, മോഡേൺ പീരിയോഡിക് ടേബിൾ proposed by Henry Moseley. Moseley's work on the X-ray spectra of the elements reveals that atomic number is a more fundamental property than atomic mass. എലമെൻസിൻ്റെ എക്സ്റേ സ്പെക്ട്രം അതിനടിസ്ഥാനമാക്കിയിട്ടുള്ള പഠനം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി. എലമെൻസിൻ്റെ അടിസ്ഥാന ഗുണം, ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി നിശ്ചയിക്കുന്നത് അറ്റോമിക് നമ്പറാണ്, അറ്റോമിക് മാസ് അല്ല. വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മോസ്ലി കണ്ടെത്തിയത്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഹി പുട്ട് ഫോർവേഡ് ദ മോഡേൺ പീരിയോഡിക് ലോ. states that physical and chemical properties of elements are periodic functions of their atomic numbers. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ കണ്ടതെല്ലാം, മെൻഡലീവ്സിൻ്റെ പീരിയോഡിക് ടേബിൾ അടക്കം നമ്മൾ കണ്ടതെല്ലാം അറ്റോമിക് വെയ്റ്റ് അഥവാ അറ്റോമിക് മാസിൻ്റെ പീരിയോഡിക് പ്രോപ്പർട്ടി ആയിരുന്നു. ഇവിടെ വളരെ കാതലായിട്ടുള്ള ഒരു വ്യത്യാസം ഇതാണ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. അറ്റോമിക് നമ്പറിൻ്റെ ആവർത്തനങ്ങളാണ് അവയുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് മോഡേൺ പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ടേബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കതിൽ പീരിയഡ്സും ഗ്രൂപ്പ്സും കാണാം, അല്ലേ? ഓക്കെ, പീരിയഡ്സിനെ കുറിച്ച് പറയുമ്പോഴും ദ ഹൊറിസോണ്ടൽ റോസ് പ്രസൻറ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ കാൾഡ്
പീരിയഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിലങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരികളാണ്, ഹൊറിസോണ്ടൽ റോസ് ആണ് പീരിയഡ്സ് അറിയപ്പെടുന്നത്. മോഡേൺ പീരിയോഡ് ടേബിളിൽ 7 പീരിയഡുകളാണ്. ദ ഫസ്റ്റ് പീരിയഡ് കൺസിസ്റ്റ് ഓഫ് 2 elements. സെക്കൻഡ് ആൻഡ് തേർഡ് പീരിയഡ് കൺസിസ്റ്റ് ഓഫ് 8 elements each. 2ഉം 3ലും 8 elements ആണ് വീതമാണുള്ളത്. ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് പീരിയഡ് കൺസിസ്റ്റ് ഓഫ് 18 elements. 4ലും 5ലും 18 elements വീതം. സിക്സ്ത് പീരിയഡിൽ 32 elements. The last 7th period is an incomplete period. പക്ഷെ നമുക്കറിയാം അതിൽ ഓൾറെഡി 32 ആണ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി. ആ 32 എലമെൻസും നമുക്ക് കണ്ടെത്തി കഴിഞ്ഞു, അവയ്ക്ക് പേരും അടക്കം കൊടുത്തു കഴിഞ്ഞു, ഇല്ലേ? കുറച്ച് മുമ്പ് വരെ അത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു, ഇപ്പോഴും കംപ്ലീറ്റ് ആയി. ഇനി 8th പീരിയഡ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പുതിയ എലമെൻറ്റുകൾ 101 ശേഷമുള്ള എലമെൻസിൻ്റെ മെൻഡലേവിയം 102, നൊബേലിയം 103, ലോറൻഷ്യം 104, റുദർഫോർഡിയം 105, ഡുബീനിയം 106, സീബോർഗിയം 107, ബോറിയം 108, ഹാസ്യം, ഇങ്ങനെ 118നും പേര് കൊടുത്തിട്ടുണ്ട്. ഓർഗാനിസം വരെ OG സിമ്പിളുള്ള. ഓക്കെ, ഇനി മോഡേൺ പീരിയോഡ് ടേബിളിൽ നമ്മൾ ഗ്രൂപ്പുകളാണ്. എന്താ ഗ്രൂപ്പുകൾ പറഞ്ഞാൽ വെർട്ടിക്കൽ കോളംസ്, കുത്തനെയുള്ള നിരകളെയാണ് ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലീസ് എന്ന് വിളിക്കുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ there are 18 vertical columns or 18 groups, അല്ലേ, or 18 families. നമ്മളതിൻ്റെ പേരൊക്കെ പഠിക്കും. ഹൈഡ്രജന് മുകളിൽ സെപ്പറേറ്റ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽ, ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലി, 14 കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 oxygen family or chalcogens, 17 halogens, 18 or zero group elements known as noble gas or inert gas or rare gas. നമുക്ക് മെൻഡലീവ്സ് പീരിയോഡ് ടേബിളും നമ്മുടെ ആധുനിക മോഡേൺ പീരിയോഡ് ടേബിളും തമ്മിലൊരു കമ്പയർ ചെയ്തെങ്കിൽ, ഒന്ന്, എലമെൻറ്റ്സ് are arranged in order of atomic weight or atomic mass in Mendeleev's period table. But in modern period table, elements are arranged in order of atomic number. ഇതാണ് ഏറ്റവും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഒരു ഡിഫറൻസ്. Mendeleev's period table gaps are present, but in modern period table no gaps are present. In Mendeleev's period table there are less elements. അക്കാലത്ത് കണ്ടെത്തിയ 63 എലമെൻസേ വരുന്നുള്ളൂ. But in modern period table there are more than 109 elements. നമുക്ക് കുറേ 118 വരെയൊക്കെ ആവാം, 109, 118 ആയി. Mendeleev's period table transition metals are not in a separate block, while in modern period table transition metals are in a separate block. ഇനിയും പറയാം, Mendeleev's period table ഹൈഡ്രജൻ്റെ സെപ്പറേറ്റ് പൊസിഷൻ കൊടുത്തിട്ടില്ല, ഇല്ലേ? ബട്ട് ഇൻ മോഡേൺ പീരിയോഡ് ടേബിൾ എ സെപ്പറേറ്റ് പൊസിഷൻ ഈസ് ഗിവൺ ഫോർ ഹൈഡ്രജൻ. Modern classification of elements. In the modern periodic table, elements are classified into 4 blocks. ബ്ലോക്കുകൾ, SPDF ബ്ലോക്ക് എലമെൻറ്റ്സ്. നമ്മൾ കണ്ടു കഴിഞ്ഞ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എലമെൻസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എഴുതി നോക്കുമ്പോൾ അവയുടെ എലമെൻറ്റിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റലിലാണ് വന്നു ചേരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് SPDF എങ്ങനെ 4 ബ്ലോക്ക് ആക്കി തിരിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ ഓർബിറ്റൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് ദ ആറ്റം ഓഫ് ദ എലമെൻറ്റ് എൻഡേഴ്സ്. കാണാം, ഗ്രൂപ്പ് 1 to S ബ്ലോക്ക് എലമെൻറ്റ്, ഗ്രൂപ്പ് 13 to 18 P ബ്ലോക്ക് എലമെൻറ്റ്സ്, അവിടെ ഹീലിയം എക്സെപ്ഷൻ ആണ്. ദെൻ ഗ്രൂപ്പ് 3 to 12 D ബ്ലോക്ക് എലമെൻറ്റ്സ്,
ദെൻ 57 ശേഷം വരുന്ന 14 എലമെൻസും 89 ശേഷം വരുന്ന ആക്ടീനത്തിന് ശേഷം വരുന്ന 14 എലമെൻസും ചേർന്ന് 28 എലമെൻസ് താഴെ സെപ്പറേറ്റ് ഒരു ബ്ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നു, എ ബ്ലോക്ക് എലമെൻസ്. ഓക്കെ, then come to the s block elements. The elements in which the last electron enters the s orbital of their valence shell are called s block element. It consists of elements of group 1 and 2. അവയുടെ valence shell configuration ns1 or ns2 ആണ്. Therefore we can say ns1 to 2, group 1 and 2. Alkali metals and alkaline earth metals. p block elements അവയുടെ വാലൻസ് ഷെൽ അഥവാ ബാഹ്യതമ ഷെല്ല് അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഷെല്ല് അല്ലേ, ഇലക്ട്രോൺ, ലാസ്റ്റ് ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിലെ പി ഓർബിറ്റലിലാണ് വന്നു ചേരുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് 13 to 18 എക്സെപ്റ്റ് ഹീലിയം ഒഴികെ. അവയുടെ വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ, general valence shell configuration ns2 np1 to ns2 np2, or we can say ns2 np1 to 6. Okay, d block elements. The elements in which the last electron enters the d orbital are called d block elements. It consists of groups 3 to 12. അവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസ് ഷെൽ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1d 1 to 10 ns1 to 2. ns എന്നുള്ളത് വാലൻസ് ഷെല്ലും വാലൻസ് ഷെല്ലിന് തൊട്ടുള്ളിലുള്ള ഷെല്ലിനെ പറയുന്ന പേര് പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ്. അപ്പോൾ n-1th ഷെൽ ഈസ് പെനൾട്ടിമേറ്റ് ഷെൽ. പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഡിയിൽ 1 to 10, 1 മുതൽ 10 വരെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നു. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് 4 സീരീസ് ആണവ. സ്കാൻഡിയം ടു സിങ്ക് ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ്, ഇട്രിയം ടു കാഡ്മിയം സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്, ലന്തനം ടു മെർക്കുറി തേർഡ് ട്രാൻസിഷൻ സീരീസ്, ആക്ടീനിയം ഓക്കെ തൊട്ട് തുടങ്ങുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആക്ടീനിയം സീരീസ്. അപ്പോൾ ഇവിടെ ലന്തനത്തിന് ശേഷം ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 എലമെൻറ്റ്സ് നമ്മൾ എ ബ്ലോക്ക് എലമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. The elements in which the last electron enters the f orbital are called f block elements. അവയുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-2 f1 to 14, n-1 d0 to 1 ns2. ns വാലൻസ് ഷെൽ, n-1 ഷെൽ എന്ന് പറഞ്ഞാൽ പെനൾട്ടിമേറ്റ് ഷെൽ, n-2 ഷെൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ എന്നാണ്. അപ്പോൾ ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലെ എഫ് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് 1 മുതൽ 14 വരെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ലാന്തനൈഡ്സ് ആൻഡ് ആക്ടിനൈഡ്സ്, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് എന്നും പറയാം. അടുത്തത്, an element's location in the periodic table reflects the quantum numbers of the last orbital filled. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എലമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിളിലെ ലൊക്കേഷൻ, അവയുടെ പൊസിഷൻ, സ്ഥാനം, അവയിലെ വാലൻസ് ഷെല്ലിലെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഷെല്ലിലെ ഏത് ഓർബിറ്റിലാണോ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അതിൻ്റെ ക്വാണ്ടം നമ്പറായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്ക് ഒരു പർട്ടിക്കുലർ പീരിയഡ് എടുക്കുകയും ആ പീരിയഡിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ദ പീരിയഡ് ഇൻഡിക്കേറ്റ്സ് ദ വാല്യൂ ഓഫ് n ഫോർ ദ ഔട്ടർ മോസ്റ്റ് ഓർ വാലൻസ് ഷെൽ. എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ വാലൻസ് ഷെൽ അഥവാ ഔട്ടർ മോസ്റ്റ് ഷെൽ, ആ ഷെൽ ഏതാണോ, ആ ഷെൽ നമ്പർ ഏതാണോ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ ഏതാണോ ആ നമ്പർ തന്നെയാണ് ആ ഒരു പർട്ടിക്കുലർ പീരിയഡിൻ്റെയും നമ്പർ. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ്. ഇതിൽ പീരിയോഡിക് ടേബിളും ക്വാണ്ടം നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പീരിയഡ് n=1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സെക്കൻഡ് പീരിയഡ് ഓക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാലൻസ് ഷെൽ 2 ആണ്.
തേർഡ് പീരിയഡിൻ്റെ വാലൻസ് ഷെൽ അഥവാ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെൽ 3 ആണ്. 3s 3p എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ വാലൻസ് ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n, അത് തന്നെയാണ് ഗ്രൂപ്പ് നമ്പർ. റൈറ്റ്. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ it can be readily seen that the number of elements in each period is twice the number of atomic orbitals available in the energy level that is being filled. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ലഭ്യമായ ഓർബിറ്റലുകളിൽ എത്രയാണോ അതിൻ്റെ ഇരട്ടി എണ്ണം എലമെൻസ് ആയിരിക്കും ആ പീരീഡിൽ ഉണ്ടാവുക. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n = 1. ഓക്കെ, അതിൽ നമ്മൾ ഒരേ ഒരു ഓർബിറ്റലേ ഉള്ളൂ 1s. അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം പരമാവധി 2 ആണ്. അപ്പോൾ അതുകൊണ്ട് 2 എലമെൻസ് ആണ് ഫസ്റ്റ് പീരീഡിലുള്ളത്, ഹൈഡ്രജനും ഹീലിയം. സെക്കൻഡ് പീരീഡ് where n = 2. അവൈലബിൾ ഓർബിറ്റൽസ് ആർ 2s and 2p. 2s and 2p എന്ന് പറയുമ്പോൾ 2s ഉണ്ട്, 2px ഉണ്ട്, 2py ഉണ്ട്, 2pz ഉണ്ട്. അപ്പോൾ 1, 3, 4 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. 4ൻ്റെ ഇരട്ടിയായിട്ടുള്ള 8 എലമെൻസ് സെക്കൻഡ് പീരീഡിൽ വരാം. n = 3 എന്ന് പറഞ്ഞാൽ 3s, 3p, 3d വരെ പോസിബിളാണ്. പക്ഷെ നമുക്കറിയാം 3Dയുടെ എനർജി എന്ന് പറഞ്ഞാൽ ലെവൽ 4s കഴിഞ്ഞിട്ടാണ് വരുന്നത്, ഇല്ലേ? 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3D വരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് അത് അവൈലബിൾ അല്ല, 3sഉം 3pയും മാത്രം. അപ്പോൾ അവിടെയും 8 എലമെൻറ്റ് വരുന്നു. ഫോർത്ത് പീരിയഡ് n = 4. അവിടെ 4s, 3D, 4p 3 ഓർബിറ്റൽസ് അവിടെ അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ അവിടെ 4s 3Dയിൽ തന്നെ 3dxy, yz, xz, 3dx² - y², 3dz², 5 എണ്ണം. 4pയിൽ 3 എണ്ണം. അപ്പോൾ അങ്ങനെ നമുക്ക് 9 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. 9ൻ്റെ ഇരട്ടി 18 എലമെൻറ്റ്സ് അവിടെ നമുക്ക് വരുന്നു. അഞ്ചാമത്തെ പീരീഡിലും 5s, 4d, 5p ഇങ്ങനെ 3 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. അപ്പോൾ അവയിലെ പരമാവധി കപ്പാസിറ്റി 18 എലമെൻറ്റ്സ് ആണ്. 6 എന്ന് പറയുന്ന ആറാമത്തെ പീരീഡിലും 6s, 4f, 5d, 6p 3 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 16 ഓർബിറ്റൽസ് അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, 16 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. 4 സബ്ഷെല്ലിന് കൂടിയിട്ട് 16 ഓർബിറ്റൽസ് അവൈലബിൾ ആണ്. അവയുടെ മാക്സിമം കപ്പാസിറ്റി 16 × 2 32 എലമെൻറ്റ്സ് ആർ ദർ. അതേ മടി തന്നെയാണ് n = 7 എന്ന് പറയുന്ന 7th പീരീഡിലും വരുന്നത്. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഫോർ യു. ഹൗ ഡു യു ജസ്റ്റിഫൈ ദ പ്രസൻസ് ഓഫ് 18 എലമെൻറ്റ്സ് ഇൻ ദ 5th പീരീഡ് ഓഫ് ദ പീരിയഡ് ടേബിൾ? 5ാമത്തെ പീരീഡിൽ 18 എലമെൻറ്റ്സ് വരാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യണം, സാധൂകരിക്കണം. വെൻ n = 5, L = നമുക്കറിയാം അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ 0 to n - 1, 0, 1, 2, 3 and 4. നമ്മുടെ ടെക്സ്റ്റിൽ 3 എന്നേ ഉള്ളൂ, 4ഉം കൂടി വേണം. 0, 1, 2, 3, 4. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ 5s, 5p, 5d, 5f ഒക്കെ പോസിബിളാണ്. പക്ഷേ അതായത് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ s, p, d, f അതിൽ മേലൊക്കെ വരും. പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസ് 5s, 4d, 5p മാത്രമാണ്. ഓക്കെ, അവയുടെ എനർജി ഓർഡർ 5s ലെസ് 4d ലെസ് 5p ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അവൈലബിൾ 9. അവയുടെ പരമാവധി കപ്പാസിറ്റി 9 × 2 18. Therefore 18 elements are present in 5th period. Then ഒരു ഗ്രൂപ്പിലെ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെൻസിനും ഒരേ സാമ്യതയുള്ള വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പിലെ എലമെൻസിന് ഒരേ വാലൻസ് ഷെൽ ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ അവയുടെ
പ്രോപ്പർട്ടീസും ഗുണങ്ങളും ഏറെക്കുറെ സമാനമാണ്. നമുക്ക് നോക്കാം ഇല്ലേ. ഗ്രൂപ്പ് 1 ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ഒരു നോബിൾ ഗ്യാസ് കോർ ഇൻറ്റു NS1 കോൺഫിഗറേഷൻ ആണ്. 2s1, 3s1, 4s1, 5s1, 6s1 ഇതിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിമിലർ പ്രോപ്പർട്ടീസാണ് അവക്ക് ഉള്ളത്. ഓക്കെ, another question. എലമെൻസിൻ്റെ അറ്റോമിക് നമ്പർ 117, 120 തന്നിരിക്കുന്നു. അവ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ അവർ ഏത് ഗ്രൂപ്പിൽ വരും? അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഇപ്പോൾ നമുക്കറിയാം സെറ്റ് 117 വരുമ്പോൾ ആ ഓർഡറിൽ നമുക്ക് ആ പീരിയോഡിക് ടേബിൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നേരെ ഹാലജൻ ഫാമിലിയിൽ താഴെയായിട്ടാണ് വരിക. അപ്പോൾ ഗ്രൂപ്പ് 17 എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മുകളിലത്തെ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് അനുസരിച്ച് നമ്മൾ എഴുതുമ്പോൾ റേഡോൺ സ്ക്വയർ ബ്രാക്കറ്റ് 5f14, 6d10, 7s2, 7p5 എന്ന് പറയുന്നു. ഇനി 20 അറ്റോമിക് നമ്പർ വരുന്ന എലമെൻറ്റ് ആ ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് 2-ൽ താഴെയായിട്ട് വരുന്നു. ആൽക്കലൈൻ എർത്ത് മെറ്റലിലെ താഴത്തെ എലമെൻറ്റായിട്ട് വരുന്നു. അവിടെ നമ്മൾ UUO നമ്മൾ എന്താണ് പഠിക്കും അല്ലേ, ഒരു നോബിൾ ഗ്യാസ് കോർ ഇൻറ്റു 8s2 എന്ന് വരുന്നു. കാരണം തൊട്ട് മുകളിലുള്ള നമുക്ക് അറിയപ്പെടുന്ന ഒരു എലമെൻറ്റിൻ്റെ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കിപ്പോൾ ഉള്ളത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യൻ എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ 7s2 കഴിഞ്ഞിട്ടാണ് താഴെ വരുന്നത്. അപ്പോൾ 8s2 എന്ന് വരുന്നു. In assignment for you, discuss about the main features of Mendeleev's periodic table. Compare his periodic table with the modern periodic table. Mendeleev's periodic tableൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ നിങ്ങൾ പോയിൻറ്റ്സ് എഴുതുക. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ പീരിയോഡിക് ടേബിളിനെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾ 2 കോളം ടേബിൾ ചെയ്യല്ലോ. ഓക്കെ, ചെയ്ത് കാണിക്കും. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.